യൂട്യൂബിലെ ബിഗിനേഴ്സിന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതെയായിരിക്കും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഷോർട്സും വീഡിയോസും അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് ടൈമിനാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. ഇത് അധികം ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബിലെ ബിഗിനേഴ്സിന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതെയായിരിക്കും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്കും ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അങ്ങനെ തോന്നുന്ന സമയത്ത്, അതായത് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നേരെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യാറാണ്. പിന്നെയാണ് മനസ്സിലായത്, യൂട്യൂബിൽ വീഡിയോസ് ആയി കഴിഞ്ഞാലും ഷോർട്സ് ആയി കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ടൈം ഉണ്ട്. അതായത് നമ്മുടെ ഓഡിയൻസ് എല്ലാ സമയത്തും യൂട്യൂബിൽ ആക്റ്റീവ് ആയിരിക്കില്ല. അവർ ആക്റ്റീവ് ആകുന്ന ടൈം നോക്കി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ സാധിക്കൂ, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ചിലപ്പോൾ അവർ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. പക്ഷെ അവർ ആ സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ബിസിയൊക്കെ ആണെങ്കിൽ മേ ബി അവർക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല. പിന്നെ കുറേ ടൈം കഴിഞ്ഞ് അവരുടെ യൂട്യൂബിൽ കയറുന്ന സമയത്തൊക്കെ അവർ നോക്കുന്ന സമയത്ത് അവരുടെ ഫീഡിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബിലെ ഓഡിയൻസ് എപ്പോഴാണോ ആക്റ്റീവ് ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഓരോ ആൾക്കാരും ഓരോ ടൈമല്ലേ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക, നമ്മളെങ്ങനെ കറക്റ്റായിട്ട് അറിയും? അതറിയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഓഡിയൻസ് യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടുള്ള സമയം അറിയുക എന്നുള്ളത് ഞാനിവിടെ ഒരു സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ താഴെ മിഡിലായിട്ട് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മിഡിലായിട്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഓഡിയൻസ് എടുക്കുക. അവിടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈം. അതിൽ ഡാർക്ക് പേർപ്പിൾ കളർ വരുന്നത്, അതായത് ആ ലൈൻസ് ആയിരിക്കും നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈം. ബാക്കി രണ്ട് കളറും, അതായത് തീരെ ലൈറ്റ് ആയിട്ടുള്ളതും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സും ആ ഒരു ടൈമിൽ ഓഡിയൻസ് യൂട്യൂബിൽ ആക്റ്റീവ് അല്ല. ആ ഒരു ടൈം നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എൻ്റെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് നോക്കുന്ന സമയത്ത് എൻ്റെ ഡാറ്റ പ്രകാരം എൻ്റെ ഓഡിയൻസ് ഒക്കെ ഒരു 5:59 PM ശേഷമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതായത് ഡാർക്ക് പേർപ്പിൾ ലൈൻസ് വരുന്നത് ആ ഒരു ടൈമിലാണ്. ബാക്കി സമയത്തൊക്കെ മോർണിംഗ് ആയിക്കഴിഞ്ഞാലും ഒരു ഉച്ച ടൈമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയൊരു ഡാർക്ക് ലൈൻ അല്ല ഉള്ളത്. അതായത് മോശമില്ലാത്ത രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് ഓഡിയൻസ് ആക്റ്റീവായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന ഒരു ടൈം 5:59 PM ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താലായിരിക്കും യൂട്യൂബിലെ എൻ്റെ ഓഡിയൻസ് അത് കാണുന്നത്. ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈമൊക്കെ നോക്കി നമ്മൾ അപ്ലോഡ് ചെയ്തു. അതായത് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഈ കാണിച്ച പോലെ ഏത് ടൈമിലാണ് നിങ്ങളുടെ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ളതെന്ന്. ആ ഒരു ടൈം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തു. പക്ഷെ വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യൂസ് ലഭിക്കണം എന്നില്ല. നമ്മുടെ കണ്ടന്റ് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടണം. അതായത് മെയിനായിട്ട് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നതായിരിക്കണം നമ്മുടെ കണ്ടന്റ്. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ടൈമാണ്. ആ ഒരു സമയത്ത് യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്യാണ് ആരൊക്കെ വീഡിയോസ് നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും വെച്ചിട്ട് വീഡിയോ പ്ലേ ചെയ്തു, അതുപോലെ ആരൊക്കെ പകുതിക്ക് സ്കിപ്പ് ചെയ്തു, ആരൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്കിപ്പ് ചെയ്തു എന്നുള്ളതൊക്കെ. സോ ആ ഒരു സമയത്ത് കൂടുതൽ ആൾക്കാരും കാണണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ അങ്ങ് സ്വൈപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ പകുതി പോലും ഇല്ല സ്റ്റാർട്ടിങ് തന്നെ കണ്ടിട്ട് അത് വേണ്ടാന്ന് കരുതി ബാക്ക് അടിച്ച് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ കൊടുക്കുന്നത് കുറയും. അപ്പോഴും നമുക്ക് എന്താ, ഓട്ടോമാറ്റിക്കലി വ്യൂസും അവിടെ സ്റ്റക്ക് ആവും, പിന്നെ വ്യൂസ് കയറത്തുമില്ല. സോ യൂട്യൂബിൽ ഓഡിയൻസ് ആക്റ്റീവ് ആയിട്ടുള്ള ടൈം നോക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് തീർച്ചയായിട്ടും കിട്ടും എന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് യൂട്യൂബിലെ വീഡിയോസ് ചെയ്ത് അതിൽ നിന്നൊരു റവന്യൂ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. വ്യൂസ് ഫസ്റ്റ് ഒന്നും ലഭിക്കുന്നില്ല എന്ന് കരുതിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തി പോകരുത്. ഈ ഒരു ഡാറ്റ അനുസരിച്ചിട്ട് ഓഡിയൻസിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഷോർട്സ് നമുക്ക് കുറച്ചും കൂടി വ്യൂസ് കൂട്ടാൻ സാധിക്കും എന്നുള്ളതിനൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ 1 day ഗ്യാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ 2 day ഗ്യാപ്പ് വെച്ചിട്ടെങ്കിലും ലോങ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ ഷോർട്സ് ഡെയിലി ബേസിസിൽ ഷോർട്സ് മിനിമം ഒരു ഷോർട്സ് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഷോർട്സ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എമൗണ്ട് കൂട്ടാൻ സാധിക്കും. ലാസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഞായറാഴ്ച ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അനലിറ്റിക്സും കാര്യങ്ങളൊന്നും നോക്കാതെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സൺഡേ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇത് ഞാൻ ഒരു ഡാറ്റയോ അല്ലെങ്കിൽ വേറെ എവിടെയോ റെഫർ ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുന്നതാണ്. ഞായറാഴ്ച നമ്മൾ പൊതുവെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കി മേ ബി നമ്മുടെ ഓഡിയൻസ് ഒക്കെ നൈറ്റ് ആയിരിക്കും, ഒരു 7 to 9 ഒക്കെ ആണെന്ന് കരുതുക. നമ്മൾ പക്ഷെ സൺഡേ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. കാരണം സൺഡേസിൽ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും പാർക്ക്, ബീച്ച് അല്ലെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ചിലപ്പോൾ ബിസി ആയിരിക്കും. അല്ലെങ്കിൽ തിയേറ്ററിൽ പോവുക, ഫാമിലി ആയിട്ട് ഒത്തുകൂടുക, ഇങ്ങനെ എന്തെങ്കിലും ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുന്നേ, അതായത് ഒരു 1 മണി 1:30 അതിന് മുന്നേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. ആ ഒരു സമയത്ത് എന്തായാലും അധികം എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ടാവുന്നല്ല പറഞ്ഞത്, എന്നാലും മെജോറിറ്റി നൈറ്റ് ഉണ്ടാവുന്നതിനേക്കാളും ആൾക്കാർ നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ സൺഡേസിൽ കിട്ടും. സോ ആ ഒരു ടൈം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും വ്യൂസ് തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് മുന്നേ അപ്ലോഡ് ചെയ്താൽ ലഭിക്കും. ഈ കാര്യം എല്ലാവർക്കും വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കിത് പേഴ്സണലി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സൺഡേസിൽ ഒരു ദിവസം നൈറ്റ് അപ്ലോഡ് ചെയ്തിട്ട് തീരെ വ്യൂസ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്വയം ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഉച്ചയ്ക്ക് മുന്നേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചത്, അങ്ങനെ ശ്രദ്ധിച്ചത്. സോ അപ്പോഴേ അതിൻ്റെ ഒരു ചേഞ്ചസ് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറയാം, വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ കമന്റിൽ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ടൈമും കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വാച്ചവറും അതുപോലെ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർ ആവാം. മെമ്പർ ആവുന്നതിന് വേണ്ടിയിട്ട് ₹1 പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അടുത്തൊരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.